ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, സഹോദര വായനശാലയുടെ 160-ാം പുസ്തക ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഖ്യാതനായ ലാറ്റിൻ അമേരിക്കൻ നോവലിസ്റ്റ് മിഖായേൽ സർവാന്റീസിൻ്റെ അതിപ്രശസ്തമായ കൃതി ഡോൺ കിക്സോട്ട് അവസാനിക്കുന്നത് ഡോൺ കിക്സോട്ടിൻ്റെ അന്ത്യനിമിഷത്തിനോടടുത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥത്തിലാണ്. ജീവിതത്തിൽ വലിയ വായനക്കാരനായിരുന്ന കിക്സോട്ടിൻ്റെ ജീവിതത്തിലെ ഒരു കുറ്റബോധം കൂടിയാണ് ആ വാക്കുകൾ. അതിങ്ങനെയാണ്: ആത്മാവിൽ പ്രകാശം പരത്തുന്ന പുസ്തകങ്ങൾ തനിക്ക് ജീവിതത്തിൽ വായിക്കാൻ കഴിഞ്ഞില്ലല്ലോ. കിക്സോട്ടിൻ്റെ ഈ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അത് ആ പുസ്തകം വായിച്ചവർക്കറിയാം. മറ്റൊരവസരത്തിൽ ഡോൺ കിക്സോട്ടിനെ സഹോദര വായനശാലയിൽ പരിചയപ്പെടുത്താം. ഡോൺ കിക്സോട്ടിൻ്റെ ഈ നിരാശ വായനയെ ഗൗരവമായി കൊണ്ടു നടക്കുന്നവരെല്ലാം കൊണ്ടു നടക്കേണ്ട വിചാരമാണ്. ചവറുകൾ എഴുതിയും ചവറുകൾ വായിക്കപ്പെട്ടും കടന്നു പോകുന്ന കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാലത്തെ അതിജീവിക്കാത്ത പൾപ്പ് ഫിക്ഷനുകൾക്ക് പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും കിട്ടുന്നതും നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ജീവിക്കുന്ന കാലം കുറിയ മനുഷ്യരുടെ കാലമാണ് എന്ന നിർഭാഗ്യം കൂടിയുണ്ട്. മലയാളത്തിൻ്റെ പ്രിയങ്കരനായ കവി വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എഴുതിയതുപോലെ, അന്ന് മനുഷ്യർ നടന്ന പാതയിൽ ഇന്ന് അധോമുഖ വാമനരെയാണ് നമ്മൾ കാണുന്നത്. വളരെ സങ്കുചിതമായ, വളരെ നിലവാരം കുറഞ്ഞ കാലത്തിൻ്റെ കൂടി സൂചനയാണ്. 5 ലക്ഷം കോപ്പി വിറ്റഴിഞ്ഞ പുസ്തകമാണ്. അത് ഞാനും വായിക്കണമെന്ന് കരുതി ഒരു പുസ്തകം കയ്യിലെടുത്താൽ അത് നിങ്ങളുടെ ആത്മാവിൽ പ്രകാശം ചൊരിയണമെന്നില്ല. വായന നമ്മുടെ ഹൃദയത്തെ ആകർഷിക്കുന്നതും നമ്മളെ മാറ്റിമറിക്കുന്നതും ഒരേ സമയം സാമൂഹിക പ്രവർത്തനവും സാംസ്കാരിക പ്രവർത്തനവും രാഷ്ട്രീയവുമായി മാറുന്നത് ആത്മാവിൽ പ്രകാശം ചൊരിയുന്ന പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോഴാണ്. അത്തരത്തിലൊരു പുസ്തകത്തെയാണ് സഹോദര വായനശാലയിൽ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. വിഖ്യാതനായ ഫ്രഞ്ച് നോവലിസ്റ്റ് വിക്ടർ യൂഗോയുടെ ലേ മിസറബിൾസ് എന്ന നോവലാണത്. ഒരു പുസ്തകം എങ്ങനെയാണ് ഒരു നാടിനെ, സമൂഹത്തെ, വ്യക്തികളെ മാറ്റിമറിക്കുന്നത് എന്നതിനുള്ള ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഈ പുസ്തകം. ലേ മിസറബിൾസ് ഫ്രാൻസിൽ മാത്രമല്ല, അത് പരിഭാഷയിലൂടെ എത്തിപ്പെട്ട നാടുകളിലെല്ലാം സ്വാധീനമുണ്ടാക്കി. കേരളത്തിലും അതിൻ്റെ സ്വാധീനമുണ്ടായി. നാലപ്പാട്ട് നാരായണ മേനോനാണ് പാവങ്ങൾ എന്ന പേരിൽ അത് മലയാളത്തിൽ തർജ്ജമ ചെയ്തത്. 19-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ നടക്കുന്ന ഫ്രഞ്ച് വിപ്ലവം കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന ചില സംഭവവികാസങ്ങൾ, വാട്ടർലൂ യുദ്ധത്തിന് ശേഷം നെപ്പോളിയൻ്റെ പതനത്തിന് ശേഷമുള്ള സംഭവങ്ങൾ പറയുന്ന ഒരു കള്ളൻ്റെ ജീവിതകഥയാണ് ഈ നോവൽ. സ്വന്തം സഹോദരിയുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി അവർ പട്ടിണി കിടക്കുന്നത് കണ്ട് സഹിക്കാൻ കഴിയാതെ ഴാങ് വൽജാങ് എന്നയാൾ ഒരു ബേക്കറിയുടെ ചില്ല് തകർത്ത് റൊട്ടി മോഷ്ടിക്കുന്നു. ആ മോഷണത്തിന് വലിയ ശിക്ഷയാണ് അയാൾക്ക് കിട്ടുന്നത്. ആ മോഷണം നടത്തിയതിൻ്റെ പേരിൽ അയാൾ ജയിലിലടക്കുന്നു. ജയിൽ ജീവിതത്തിനിടയ്ക്ക് അയാൾ പലപ്പോഴായി ജയിൽ ചാടാൻ ശ്രമിക്കുന്നു. അങ്ങനെ 5 തവണ അയാൾ ജയിൽ ചാടുന്നുണ്ട്. ഓരോ തവണയും പിടിക്കപ്പെട്ടപ്പോഴെല്ലാം ശിക്ഷ വളരെ വലുതായിരുന്നു. അങ്ങനെ 19 കൊല്ലം അദ്ദേഹം ജയിലിൽ കിടന്നു. 19 കൊല്ലം ജയിലിൽ കിടന്നതിന് ശേഷം അയാൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അയാൾക്ക്
ഒരു മഞ്ഞക്കാർഡ് കൂടി കൊടുത്താണ് അയാളെ ജയിലധികൃതർ പുറത്തേക്ക് പറഞ്ഞു വിടുന്നത്. അന്നത്തെ ഫ്രഞ്ച് നിയമം അനുസരിച്ച് എവിടെ ചെന്നാലും, പൊതുസ്ഥലത്ത് ചെന്നാലും ഈ മഞ്ഞക്കാർഡ് കാണിക്കണം. ഞാൻ ഒരു കുറ്റവാളിയാണ്, അല്ലെങ്കിൽ ഒരു കുറ്റവാളി ആയിരുന്നു എന്ന് സമൂഹത്തെ അതിലൂടെ അറിയിക്കുക എന്നതാണ് ലക്ഷ്യം. ഇത് കാണിക്കാതിരുന്നാൽ അയാൾ പിടിക്കപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ശിക്ഷ പിന്നെയും ചെയ്യേണ്ടി വരും. അങ്ങനെ ഈ മനുഷ്യൻ 19 കൊല്ലത്തിന് ശേഷം ജയിലിൽ നിന്ന് പുറത്തിറങ്ങി പലയിടത്തും അലഞ്ഞു തിരിഞ്ഞ് ഒരു സത്രത്തിൽ ചെന്നു. അവിടെ നിന്ന് അയാൾക്ക് ഭക്ഷണം കിട്ടിയില്ല എന്ന് മാത്രമല്ല, താമസിക്കാൻ ഇടവും കിട്ടിയില്ല. വിശന്നു വലഞ്ഞ് ഒരിടവുമില്ലാത്ത അവസ്ഥയിൽ ഡിഞ്ഞ് എന്നു പേരുള്ള നഗരത്തിലെ ബിഷപ്പിൻ്റെ വാതിലിൽ ചെന്ന് അയാൾ മുട്ടുന്നു. വളരെ അരിഷ്ടിച്ച് ജീവിക്കുന്ന പരമസാധുവും സാത്വികനുമായ ഒരാളായിരുന്നു ചാൾസ് ഫ്രാൻസോ ബിയൻവെനു മേറിയൽ എന്നു പേരുള്ള ആ ബിഷപ്പ്. ബിഷപ്പ് അയാൾ അകത്തേക്ക് വിളിച്ചു. ബിഷപ്പിൻ്റെ സഹോദരിയും വീട്ടിലെ ഒരു വേലക്കാരിയും ഒക്കെ ആ വീട്ടിലുണ്ട്. എല്ലാവരും അരിഷ്ടിച്ചാണ് കഴിയുന്നത്. ബിഷപ്പാകട്ടെ തനിക്ക് കിട്ടുന്ന പൈസ മുഴുവൻ പള്ളിപ്രവർത്തനത്തിനും സാധുക്കളുടെ ഉദ്ധാരണത്തിനും ചെലവാക്കുന്നയാളാണ്. ബിഷപ്പ് അവരുടെ ഒപ്പമിരുത്തി അയാൾക്ക് ഭക്ഷണം കൊടുത്തു. അതിഥി ഉള്ളത് കൊണ്ട് വിശിഷ്ടമായി സൂക്ഷിച്ചിരിക്കുന്ന വെള്ളിപ്പാത്രങ്ങളെല്ലാം നിരത്തിയാണ് ഭക്ഷണം വിളമ്പിയത്. ബിഷപ്പിന് ആകെയുള്ളത് 4 വെള്ളിപ്പാത്രവും പിന്നെ 2 വെള്ളി മെഴുതിരികാലുകളുമാണ്. വിശിഷ്ടനായ അതിഥിക്ക് വേണ്ടി അതൊക്കെ പുറത്തെടുത്തായിരുന്നു അന്നത്തെ അത്താഴം. അയാൾ ആരാണെന്നൊന്നും ബിഷപ്പ് ചോദിച്ചില്ല. അത്താഴം കഴിഞ്ഞ് അയാൾക്ക് നല്ല ക്ഷീണമുള്ളത് കൊണ്ട് അയാൾ തളർന്നുറങ്ങിപ്പോയി. പാതിരാത്രിയിൽ എങ്ങോ അയാൾ ഉണർന്നു. അപ്പോൾ അയാളുടെ ഉള്ളിലെ കള്ളനും ഉണർന്നു. ഇനിയുള്ള ജീവിതത്തിൽ ഈ വെള്ളി കൊണ്ട് രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് ആ വെള്ളിപ്പാത്രങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് ആരും അറിയാതെ അയാൾ സ്ഥലം വിട്ടു. എന്നാൽ പിറ്റേന്ന് രാവിലെ പോലീസുകാർ അയാളെ പിടിച്ച് ബിഷപ്പിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ബിഷപ്പിൻ്റെ കാര്യം മനസ്സിലായി. ബിഷപ്പ് പെട്ടെന്ന് തന്നെ അകത്തേക്ക് പോയി വെള്ളിമെഴുകുത്തിരി കാലുകൾ കൂടി എടുത്തുകൊണ്ട് വന്ന് ഴാങ്ങിൻ്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു, ഇതുകൂടി ഞാൻ നിനക്ക് തന്നതാണല്ലോ, ഇതെന്തെ നീ കൊണ്ടുപോയില്ല? ഇത് കേട്ടപ്പോൾ പോലീസുകാർ അവിടെ നിന്ന് പോയി. പോലീസുകാർ പോയപ്പോൾ ബിഷപ്പ് ഴാങ്ങിനോട് പറഞ്ഞു, ഇനി മുതൽ നിങ്ങൾ നല്ലൊരു മനുഷ്യനാകാൻ ശ്രമിക്കണം. ബിഷപ്പിൻ്റെ വാക്കുകൾ അയാളെ പുതിയൊരു മനുഷ്യനാക്കിയിട്ട് മാറ്റുന്നു. പിന്നെ നമ്മൾ കാണുന്നത് ഒരു നാടിനെ മുഴുവൻ മാറ്റിമറിയിക്കുന്ന വ്യക്തിയായി അയാൾ മാറുന്നു എന്നതാണ്. അയാൾ നഗരത്തിൻ്റെ മേയറായി മാറുന്നു. അവിഹിത ഗർഭത്തിലുണ്ടായ ഒരു പെൺകുഞ്ഞിനെ രക്ഷിക്കുന്നതിന് വേണ്ടി തൻ്റെ ജീവിതം ബലിയർപ്പിക്കുന്നു. മാരിയൂസ് എന്നു പേരുള്ള ഫ്രഞ്ച് വിപ്ലവത്തിൽ പങ്കെടുത്ത ഒരു വിപ്ലവകാരിയെ രക്ഷിക്കുന്നതിന് വേണ്ടി പടുവൃദ്ധനായി കഴിഞ്ഞ ഴാങ് ശ്രമിക്കുന്നു. ഇങ്ങനെ മനുഷ്യ സ്നേഹത്തിൻ്റെ മൂർത്തിബദ്ഭാവമായി മാറുന്ന ഒരു പെരുങ്കള്ളൻ്റെ കഥയാണ് ലെ മിസറബിൾസ്. 1862 ഈ നോവൽ ഫ്രാൻസിൽ പുറത്തിറങ്ങിയത്. ഈ നോവൽ ഇറങ്ങിയ ദിവസം അതൊരു വലിയ സംഭവമായിരുന്നു. യൂറോപ്പ് മുഴുവൻ ഞെട്ടിത്തെരിച്ചു. അമേരിക്കയിൽ അന്ന് കോപ്പി റൈറ്റ് നിയമമില്ല. ഇന്നും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. അമേരിക്കക്കാരൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ലോകത്ത് ആരച്ചടിച്ചാലും ആ പുസ്തകം പിറ്റേന്ന് അമേരിക്കയിൽ ഡ്യൂപ്ലിക്കേറ്റ് അച്ചടിക്കും. അമേരിക്കയുടെ പുസ്തകത്തിന് മാത്രമേ അവിടെ കോപ്പി റൈറ്റ് ഉള്ളൂ. ഏത് പുസ്തകം അച്ചടിച്ച് അവർ കാശാക്കും. ലെ മിസറബിൾസും ഇറങ്ങിയ ദിവസം തന്നെ ലക്ഷക്കണക്കിന് കോപ്പികളാണ് അമേരിക്കയിലും ഈ തരത്തിൽ അച്ചടിച്ച് വിറ്റഴിഞ്ഞത്. അന്നു മുതൽ ഇന്നു വരെ ലോകത്തിലെ ബെസ്റ്റ് സെല്ലർ പുസ്തകമാണിത്. ബെസ്റ്റ് സെല്ലർ പുസ്തകം എന്ന് പറയുമ്പോൾ കുറേ കോപ്പി വിറ്റഴിച്ച് 3-4 കൊല്ലം കൊണ്ട് ആളുകൾ മറന്നു പോകുന്ന തരത്തിലുള്ള ഒരു പുസ്തകമല്ല. അതാണല്ലോ ഇപ്പോൾ മലയാളത്തിലും ട്രെൻഡ്. സോഷ്യൽ മീഡിയയിൽ പുസ്തക വിൽപ്പനയുടെ കണക്കിടുകയും മെനി നടിക്കുകയും ചെയ്യുന്ന എഴുത്തുകാരന്മാരും എഴുത്തുകാരികളും എത്ര പേർ 3-5 വർഷത്തിനപ്പുറം അതിജീവിക്കുമെന്നത് കണ്ടറിയേണ്ട കാര്യമാണ്. ഇത് അങ്ങനെയല്ല. കഴിഞ്ഞ 150 കൊല്ലമായി ലോകത്തിലുള്ള എല്ലാത്തരം ആളുകളും നിരന്തരം വായിക്കുന്ന പുസ്തകമാണ്.
ഈ പുസ്തകം 1925 മലയാളത്തിൽ വിവർത്തനം ചെയ്യപ്പെട്ടു, പാവങ്ങൾ എന്ന പേരിൽ. ആ വിവർത്തനത്തിൻ്റെ 100-ാം വാർഷികമാണ് 2025. ഈ നോവൽ മലയാളത്തിൽ വിവർത്തനം ചെയ്യപ്പെടുമ്പോൾ മലയാള നോവൽ സാഹിത്യം അതിൻ്റെ ശൈശവ ദശയിലായിരുന്നു. ഒരു CB രാമൻപിള്ളയും O ചന്തുമേനോനും ആണ് നോവലെഴുത്തുകാരിൽ നിലവാരമുള്ളവരായി ആകെ ഉണ്ടായിരുന്നത്. അന്ന് മലയാളത്തിലേക്ക് നടത്തിയിരുന്ന വിവർത്തനങ്ങൾക്കും പ്രത്യേകതയുണ്ടായിരുന്നു. ധാരാളം വിവർത്തനങ്ങൾ ആ കാലത്ത് മലയാളത്തിൽ നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് വിദേശത്തെ കാര്യങ്ങൾ ഒന്നും മനസ്സിലാകില്ലെന്ന് കരുതി ആളുകളുടെ പേരൊക്കെ മാറ്റിയിട്ടാണ് അത്തരം വിവർത്തനങ്ങൾ നടത്താറുണ്ടായിരുന്നത്. ഒരു ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ സൊറാബ് ആൻഡ് റുസ്തം അത് മലയാളത്തിലേക്ക് മൊഴിമാറ്റിയപ്പോൾ ആ പേരുകൾ സുഭദ്രനും രാഷ്ട്രനും എന്നാക്കി മാറ്റിയിട്ടാണ് വിവർത്തനം ചെയ്തത്. നമ്മുടെ ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇങ്ങനെ വിവർത്തനത്തിൽ ചെയ്യുന്നത്. കേസരി ബാലകൃഷ്ണപിള്ള പോലും അങ്ങനെ വിവർത്തനം ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടുകാർക്ക് മനസ്സിലാകാൻ വേണ്ടി ഫ്രഞ്ചും ഇറ്റാലിയനും അമേരിക്കനും ഒക്കെയായ പേരുകൾ മലയാളീകരിച്ച്, സ്ഥലപ്പേരുകളൊക്കെ മലയാളീകരിച്ച് വിവർത്തനം ചെയ്യും. ഇത് ഇത്തരം പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഇത് ഏത് നാട്ടിലെ കഥയാണ്, ഏത് ഭാഷയിൽ നിന്ന് വിവർത്തനം ചെയ്യപ്പെട്ട കൃതിയാണ് എന്നൊന്നും ആളുകൾക്ക് മനസ്സിലായി എന്ന് വരില്ല. എന്നാൽ നാലപ്പാട്ട് നാരായണ മേനോൻ ആ ഒരു വിവർത്തന രീതിയല്ല പാവങ്ങളുടെ തർജ്ജമയിൽ സ്വീകരിച്ചത്. അത് കൃത്യമായി പറഞ്ഞാൽ പദാനുപത തർജ്ജമയായിരുന്നു. ഫ്രഞ്ച് ശൈലിയിൽ തന്നെയാണ് അദ്ദേഹം ഇതിൽ വിവർത്തനത്തിൽ ഉപയോഗിച്ചത്. അതിലെ കഥാപാത്രങ്ങളുടെ പേരായാലും സ്ഥലപ്പേരുകളായാലും ഒക്കെ ഫ്രഞ്ച് രീതിയിൽ തന്നെ ഉപയോഗിച്ചുള്ള ആദ്യത്തെ മലയാള വിവർത്തനമാണ് ലെ മിസറബിളിൻ്റെ പാവങ്ങൾ എന്ന പേരുള്ള മലയാള വിവർത്തനം. ഈ നോവൽ മലയാളത്തിൽ വിവർത്തനമായി ഇറങ്ങിയതിൻ്റെ പിന്നിൽ വലിയൊരു കഥയുണ്ട്. 2 കവികൾ ചേർന്നാണ് ഈ നോവൽ മലയാളത്തിൽ കൊണ്ടുവരുന്നത്. ഈ ഒരു നോവൽ കേരളത്തിലെ എഴുത്തുകാരെ മാത്രമല്ല, രാഷ്ട്രീയ പ്രവർത്തകരെയും മുഴുവൻ സമൂഹത്തെയും മാറ്റിമറിച്ച ഒന്നാണ്. ഞാനും എന്നെ പോലുള്ളവരും കമ്മ്യൂണിസ്റ്റുകളും സോഷ്യലിസ്റ്റുകളുമായത് നാലപ്പാട്ട് നാരായണ മേനോന്റെ പാവങ്ങൾ വായിച്ചിട്ടാണ് എന്ന് EMS പറയുന്നുണ്ട്. EMSനെ മാത്രമല്ല, ഒരു തലമുറയിൽപ്പെട്ട മുഴുവൻ ആളുകളെയും മാറ്റിമറിച്ചു ഈ കൃതി. ജവഹർലാൽ നെഹ്റു ആൻഡ്രേ മലാറോ എന്ന ഫ്രഞ്ച് എഴുത്തുകാരനെ കണ്ടപ്പോൾ പറഞ്ഞത്, ഞങ്ങളുടെ നാട്ടിൽ വിക്ടർ യുഗോയുടെ ഒരു നോവലിൻ്റെ വിവർത്തനമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഏറ്റവും അധികം സഹായിച്ചത് എന്നാണ്. ഇംഗ്ലീഷിൽ ഈ പുസ്തകം വായിച്ച് രോമാഞ്ചം അനുഭവിച്ച നാലപ്പാട്ട് നാരായണ മേനോൻ അദ്ദേഹത്തിൻ്റെ പ്രിയമിത്രവും ഗുരുനാഥനുമായ വള്ളത്തോൾ നാരായണ മേനോനെ ഇതിൻ്റെ കഥ പറഞ്ഞു കൊടുക്കുമായിരുന്നു. വളരെ തന്മയത്വത്തോടെ കഥ പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് നാരായണ മേനോനുണ്ടായിരുന്നു. മഹാകവി വള്ളത്തോളിന് ഇംഗ്ലീഷ് അറിയുമായിരുന്നില്ല, ചെവി കേൾക്കുന്നതും അദ്ദേഹത്തിന് കുറവായിരുന്നു. താൻ വായിച്ച ഇംഗ്ലീഷ് നോവലിൻ്റെ കഥ വളരെ തന്മയത്വത്തോടെ നാരായണ മേനോൻ വള്ളത്തോളിനെ പറഞ്ഞു കൊടുത്തപ്പോൾ ഈ കഥയുടെ പുതുമയിലും മറ്റും വള്ളത്തോളിന് വളരെയധികം ആവേശമുണ്ടാകുകയും. എന്തായാലും ഈ ഒരു കൃതി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യണമെന്ന് വള്ളത്തോൾ ആവശ്യപ്പെട്ടു. കാരണം അത്തരമൊരു രചന മലയാളത്തിലില്ല. അങ്ങനെയാണ് നാലപ്പാടൻ ഈ ഒരു കൃതിയെ, ബൃഹത്തായ ഈ ഒരു നോവലിനെ 4 വോള്യത്തിലാണത് ഫ്രഞ്ച് ഭാഷയിൽ പ്രസിദ്ധീകരിച്ചത്, വിവർത്തനം ചെയ്യുന്നത്. അങ്ങനെ വിവർത്തനം ചെയ്തു തീർന്നപ്പോൾ ആണ് മറ്റൊരു പ്രതിസന്ധി അവർക്ക് മുന്നിൽ വരുന്നത്. വളരെ ബൃഹത്തായ ഒരു പുസ്തകമാണ്. ആരാണിത് പ്രസിദ്ധീകരിക്കുക? അന്നത്തെ മലയാളത്തിലെ ഏറ്റവും വലിയ പ്രസാധകര് മംഗളോദയം പ്രസാധകരാണ്. തൃശ്ശൂരിലെ മംഗളോദയം ആണ്. വള്ളത്തോളിൻ്റെ പുസ്തകങ്ങളെല്ലാം മംഗളോദയമാണ് പ്രസിദ്ധീകരിക്കാറുള്ളത്. അങ്ങനെ അവർ
ആ മംഗളോദയത്തെ സമീപിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ പുസ്തകത്തിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് 2500 പേജാണ്. അത്രയും വലിയ ഒരു പുസ്തകം 1925 മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച് വിറ്റഴിക്കുക എന്നത് ചിന്തനീയം പോലുമായ കാര്യമായിരുന്നില്ല. മംഗളോദയക്കാർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇത്രയും പ്രസിദ്ധീകരിക്കാനുള്ള ശേഷിയില്ല, ഇതിലെ ഇൻവെസ്റ്റ്മെന്റ് റിസ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ്, നിങ്ങൾ പണം ചെലവാക്കാമെങ്കിൽ ഞങ്ങൾ പ്രസിദ്ധീകരിക്കാം. വലിയ തറവാട്ടുകാരാണ് വള്ളത്തോൾ നാരായണ മേനോനും അതുപോലെ നാലപ്പാട്ട് നാരായണ മേനോനും എങ്കിലും അവർക്ക് വലിയ സാമ്പത്തിക ശേഷിയൊന്നും ഉണ്ടായിരുന്നില്ല. ശരിക്ക് പല സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നവരുമായിരുന്നു. നാലപ്പാട്ട് നാരായണ മേനോൻ തന്നെ തൻ്റെ കുടുംബ സ്വത്തിന്റെ പേരിൽ ഒരു ബ്രാഹ്മണ ജന്മിയുമായി നീണ്ട 16 വർഷം കേസ് പറഞ്ഞ് ആ കേസിൽ തോറ്റ് ആകെ തകർന്നു നിൽക്കുന്ന ഒരു സന്ദർഭമായിരുന്നു. ആ സമയത്താണ് ഈ പുസ്തകത്തിന്റെ അച്ചടിക്കാര്യം വരുന്നത്. വള്ളത്തോൾ മംഗളോദയക്കാരോട് പറഞ്ഞു, പൈസ തരാൻ ഇല്ല, പകരം എൻ്റെ മുഴുവൻ പുസ്തകങ്ങളും ജാമ്യമായിട്ട് തരാം, പകരം നിങ്ങൾ ഈ പുസ്തകം അച്ചടിക്കണം, ഞങ്ങളിത് വിറ്റുതരാം. അങ്ങനെ വള്ളത്തോളിൻ്റെ പ്രസിദ്ധീകരിച്ച മുഴുവൻ പുസ്തകങ്ങളും പണയമായി നൽകിയാണ് പാവങ്ങൾ അച്ചടിക്കുന്നത്. ഒരു കൊല്ലം കൊണ്ട് ഈ പുസ്തകം വിറ്റ് കടം തീർത്തില്ലെങ്കിൽ വള്ളത്തോളിൻ്റെ മുഴുവൻ പുസ്തകങ്ങളുടെയും പകർപ്പവകാശം മംഗളോദയത്തിനായിരിക്കും എന്നതായിരുന്നു കരാർ വ്യവസ്ഥ. ഇന്ന് ഒരു കവി മറ്റൊരാളുടെ വിവർത്തനത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല. വള്ളത്തോൾ സ്വന്തം പുസ്തകങ്ങൾ മുഴുവൻ ജാമ്യമായി കെട്ടിവെച്ചുകൊണ്ട് ആ പുസ്തകം അച്ചടിച്ചു. ആ പുസ്തകം 100 കൊല്ലം മുമ്പ് 1925 ഏപ്രിൽ 26 മലയാളത്തിൽ ആദ്യമായി പ്രസിദ്ധീകരിച്ചു. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോൾ വള്ളത്തോൾ അവിടെയും നിർത്തിയില്ല. വള്ളത്തോൾ നാലപ്പാട്ട് നാരായണ മേനോനെയും കൂട്ടി ഒരു വേലക്കാരനെയും കൂട്ടി ഈ പുസ്തകങ്ങളുടെ കെട്ട് തലയിൽ ചുമന്ന് കേരളം മുഴുവൻ നടന്ന് വിറ്റു. പല ആളുകളെയും തേടി പിടിച്ച് അവർക്ക് അടിച്ചേൽപ്പിച്ചു എന്ന് തന്നെ പറയാം. അങ്ങനെ പുസ്തകം വിൽക്കാൻ നടക്കുമ്പോഴാണ് അന്ന് കൗമാരക്കാരനായിരുന്ന EMS വഴിയിൽ കാണുന്നതും പുസ്തകത്തിൻ്റെ വിലയായ 3 രൂപയ്ക്ക് ഈ പുസ്തകം നിർബന്ധിപ്പിച്ച് EMS കൊണ്ട് വാങ്ങിപ്പിക്കുന്നതും. അപ്പോൾ EMS കയ്യിൽ 1.5 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. EMS തറവാട്ടിൽ പോയി എങ്ങനെയൊക്കെയോ ബാക്കി 1.5 രൂപ കൂടി സംഘടിപ്പിച്ചിട്ടാണ് ഈ പുസ്തകത്തിൻ്റെ വിലയായിട്ടുള്ള 3 രൂപ നാലപ്പാടനും അതുപോലെ വള്ളത്തോളിനും നൽകുന്നത്. അതിനെക്കുറിച്ച് പിന്നീട് EMS എഴുതിയിട്ടുണ്ട്. EMS പറഞ്ഞത്, ആദ്യ വായനയിൽ ഈ പുസ്തകം എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ പിന്നീടാണ് അത് പതുക്കെ പതുക്കെ മനസ്സിൽ പരിവർത്തനത്തിൻ്റെ പന്താവ് സൃഷ്ടിച്ചതെന്ന് EMS പറയുന്നുണ്ട്. ഇങ്ങനെ പലയിടത്തും പുസ്തകവുമായി നടന്ന് തിരുവനന്തപുരം വരെ പോയി നടന്ന് ഈ പുസ്തകങ്ങൾ വിറ്റു. ചില ജന്മിമാരുടെ അടുത്ത് ചെന്ന് 10 പുസ്തകങ്ങൾ വരെ അവർ വിൽക്കുന്നുണ്ട്. അവരൊന്നും വായിക്കുന്നവരായിരുന്നില്ല, നിർബന്ധിച്ച് പിടിപ്പിക്കുകയായിരുന്നു, പൈസ കിട്ടിയേ തീരും. അങ്ങനെ പുസ്തകവുമായി കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ പോയതുമായി ബന്ധപ്പെട്ട ഒരു കഥയുണ്ട്. കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ ചെന്ന് അവിടുത്തെ വൈദ്യരത്നം PS വൈദ്യർക്ക് ഒരു പുസ്തകം കൊടുത്ത് 3 രൂപ വാങ്ങിച്ചു. പിന്നെ വീണ്ടും രണ്ടാമതും ഒരു പുസ്തകം കൊടുത്തു. ഇതാർക്കാണ് എന്ന് PS വാര്യർ ചോദിച്ചപ്പോൾ ഇത് വൈദ്യർ PS എന്ന് പറഞ്ഞ് റെസിപ്റ്റ് എഴുതി കൊടുത്തു. അപ്പോൾ PS വൈദ്യർക്ക് കാര്യം മനസ്സിലായി. അദ്ദേഹം മൂന്നാമതൊരു പുസ്തകം കൂടി ആവശ്യപ്പെട്ടു. അപ്പോൾ ഇവർ തിരിച്ചു ചോദിച്ചത് ആർക്കാണ് എന്നുള്ളത്. ഇത് കോട്ടക്കൽ ആര്യവൈദ്യശാലയ്ക്കാണ് എന്ന് പറഞ്ഞു. അങ്ങനെ PS വൈദ്യർ അദ്ദേഹത്തിൻ്റെ ഡയറിക്കുറിപ്പിൽ ആ കാര്യത്തെക്കുറിച്ച് 10 രൂപ കൊടുത്തിട്ട് ഞാനന്ന് 3 പുസ്തകം വാങ്ങിച്ചു എന്ന് അദ്ദേഹം എഴുതുന്നുണ്ട്. അങ്ങനെ കേരളത്തിൽ ഉടനീളം നടന്ന് ഈ പുസ്തകം വിൽക്കുകയും പാവങ്ങൾ എന്ന് പറയുന്ന ഈ പുസ്തകം ഒരു കൊല്ലം കൊണ്ട് മുഴുവൻ വിറ്റുതീരുകയും ചെയ്തു. അതിൻ്റെ അടുത്ത 2 വോള്യങ്ങൾ 1927 1928 പ്രസിദ്ധീകരിച്ചു. മൊത്തം 2498 പേജുള്ള ഈ പുസ്തകത്തിൻ്റെ മഹത്തായ ഒരു വിജയകഥ
കൂടി ഇതിൻ്റെ പിന്നിൽ പറയപ്പെടേണ്ടതായിട്ട് ഉണ്ട്. അത് കേരളത്തിലെ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തെ, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തെ, ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ മുഴുവൻ മാറ്റിമറിച്ച കൃതിയാണ്. അതോടൊപ്പം തന്നെ പുതിയൊരു തലമുറ എഴുത്തുകാരെയും അത് സൃഷ്ടിച്ചു എന്ന് പറയാം. അതുവരെ മലയാളത്തിൽ ഉണ്ടായിരുന്ന ആ കുടുംബ നാടകങ്ങളും അതല്ലെങ്കിൽ മൂന്നോ നാലോ രാജകുടുംബങ്ങളുടെ ആഡംബര നായക കഥാപാത്രങ്ങളും ഒക്കെയാണ് നോവലിൽ ഉണ്ടായിരുന്നതെങ്കിൽ മനുഷ്യർ പാർക്കുന്ന ഇടങ്ങൾ മലയാള നോവലുകളിലോ കഥകളിലോ അങ്ങനെ ഉണ്ടായിരുന്നില്ല. സാധാരണ മനുഷ്യൻ ഉള്ള കള്ളൻ, വ്യഭിചാരി, ഇവരൊന്നും സാഹിത്യത്തിൻ്റെ വരേണ്യ ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. എന്നാൽ പാവങ്ങൾ എന്ന് പറയുന്ന ഈ കൃതി ഒരു കള്ളൻ്റെ കഥയാണ്, വ്യഭിചാരിയായി തീർന്ന ഒരു സ്ത്രീയുടെ കഥയാണ്, ഒരു അനാഥ പെൺകുട്ടിയുടെ കഥയാണ്, വിപ്ലവത്തിൻ്റെ കഥയാണ്. അത് പുതിയ ഒരു വായനാ സംസ്കാരം മലയാളത്തിൽ സൃഷ്ടിക്കുകയും അതിലൂടെ പുതിയ ഒരു തലമുറ എഴുത്തുകാരെ സൃഷ്ടിച്ചു എന്ന് തന്നെ പറയാം. നോവലിൻ്റെ തുടക്കത്തിൽ നിന്നുള്ള അധ്യായത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ വായിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പുസ്തക പരിചയം ഇവിടെ അവസാനിപ്പിക്കാം. ചരിത്രപ്രസിദ്ധമായ വാട്ടർലൂ യുദ്ധം നടന്ന വർഷം 1815 ഒക്ടോബർ ആരംഭത്തിൽ ഒരു ദിവസം വൈകുന്നേരം 5 മണിയോടെ ഒരാൾ കാൽനടയായി യാത്ര ചെയ്ത് ഡീന്യെ പട്ടണത്തിലെത്തി. സാമാന്യം ഉയരവും നല്ല കരുത്തുമുള്ള അയാൾക്ക് 50-ന് താഴെ പ്രായം വരും. തെരുവിലെ താമസക്കാർ അപരിചിതനായ വഴിയാത്രക്കാരനെ ആശ്ചര്യത്തോടെ നോക്കി. അത്ര വികൃതമായിരുന്നു അയാളുടെ വേഷം. വെയിൽ കൊണ്ട് കരുവാളിച്ച മുഖം, കുറ്റിത്തലമുടിയും നീണ്ട താടിയും, പഴകിദ്രവിച്ച ഷർട്ട്, സാമാനങ്ങൾ കുത്തി നിറച്ച മാറാപ്പ് തോളിൽ, കയ്യിൽ ഒരു പൊന്തൻ വടി, പൊടി പിടിച്ച് വിവർണമായ ശരീരം. ഇടയ്ക്ക് വഴിവക്കിലുള്ള ഉറവയിൽ നിന്ന് വെള്ളം കുടിക്കുകയും അവിടെ ഇരുന്ന് വിശ്രമിക്കുകയും ചെയ്തുകൊണ്ട് അയാൾ നടന്നു നീങ്ങി. പകൽ മുഴുവനും അയാൾ നടക്കുകയായിരുന്നു. ഭക്ഷണം യാതൊന്നും കഴിച്ചിട്ടില്ല. ടൗൺ ഹാളിന് സമീപമുള്ള ഒരു ഹോട്ടലിൽ കയറി ചെന്ന് അല്പം ഭക്ഷണവും കുടിക്കാൻ സ്ഥലവും കിടക്കാൻ സ്ഥലവും അയാൾ ആവശ്യപ്പെട്ടു. പണമുണ്ടെങ്കിൽ എന്തു വേണമെങ്കിലും ചെയ്യാമെന്നായിരുന്നു ഹോട്ടൽ ഉടമസ്ഥന്റെ മറുപടി. യാത്രക്കാരൻ അവിടെ ഇരുന്നു. അയാളുടെ വേഷത്തിലും ഭാവത്തിലും സംശയം തോന്നിയ ഹോട്ടൽ ഉടമസ്ഥൻ ഒരു തുണ്ട് കടലാസിൽ എന്തോ കുറിച്ച് വേലക്കാരൻ കുട്ടിയുടെ കയ്യിൽ ടൗൺ ഹാളിലേക്ക് കൊടുത്തയച്ചു. അതിനിടയ്ക്ക് വിശപ്പ് സഹിക്കാനാവാതെ യാത്രക്കാരൻ ഭക്ഷണം തയ്യാറായോ എന്ന് തിരക്കി തുടങ്ങി. ഇപ്പോൾ, ഹോട്ടൽക്കാരൻ മറുപടി പറഞ്ഞു. 5 മിനിറ്റിനകം കുറിപ്പ് കൊണ്ടുപോയ കുട്ടി തിരിച്ചെത്തി. ഹോട്ടൽക്കാരൻ കുറിപ്പ് വാങ്ങി വായിച്ചു നോക്കി. എന്നിട്ട് യാത്രക്കാരൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, സർ, ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്തുകൊണ്ട്? എൻ്റെ കയ്യിൽ പണമുണ്ട്. ഇവിടെ സ്ഥലമില്ല. അകത്ത് ഒഴിവില്ലെങ്കിൽ കുതിരപ്പന്തിയിലായാലും മതി. അവിടെയും സ്ഥലമില്ല. കുറച്ച് വൈക്കോൽ കിട്ടിയാലും മതി. വല്ലാത്ത തണുപ്പ്. എന്തായാലും ഭക്ഷണം തരും. ഇവിടെ ഭക്ഷണവുമില്ല. കുറച്ചെന്തെങ്കിലും തന്നാൽ മതി. എല്ലാം തീർന്നു. ഞാൻ ഒരു യാത്രക്കാരൻ. എനിക്ക് വിശപ്പും ക്ഷീണവുമുണ്ട്. ഇതൊരു ഹോട്ടലല്ലേ, ഞാൻ ഇവിടെ ഇരിക്കും. ഹോട്ടൽ ഉടമസ്ഥൻ ഉടനെ കുനിഞ്ഞു നിന്ന് കടന്നുപോ എന്ന് അലറി. അയാൾ ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. ഹോട്ടൽക്കാരൻ പറഞ്ഞു, നിങ്ങൾ വന്ന് കയറിയപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നി. നിങ്ങളുടെ പേര് ഞാൻ പറഞ്ഞു തരണോ? ജാങ് വൽജാങ് എന്ന തടവ് പുള്ളിയല്ലേ? അയാൾ ഒരക്ഷരം മിണ്ടാതെ മാറാപ്പും വടിയും എടുത്ത് നിരത്തിലിറങ്ങി. ഇടം വലം നോക്കാതെ വേഗത്തിൽ നടന്നു. ആളുകൾ അയാളെ ചൂണ്ടിക്കാണിച്ച് എന്തോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. നേരം ഇരുട്ടി തുടങ്ങി. കുറേ നടന്നപ്പോൾ ഒരു ചാരായക്കട കണ്ടു. അവിടെ ഭക്ഷണവും കിടക്കാൻ ഇടവും കിട്ടുമെന്ന് വിചാരിച്ച് കയറി ചെന്നു. പക്ഷേ എങ്ങനെയോ വിവരമറിഞ്ഞ് കട ഉടമസ്ഥൻ അയാളെ പുറത്താക്കി വാതിലടച്ചു. ചില വികൃതി കുട്ടികൾ അയാളുടെ പിന്നാലെ കൂടി കൂവിയാർക്കാൻ തുടങ്ങി. പൊന്തൻപടി ഓങ്ങി കുട്ടികളെ ഓടിച്ചു. അയാൾ നടന്ന് ജയിലിന് മുമ്പിലെത്തി. ജയിൽ കാവൽക്കാരനോട് ചോദിച്ചു, എനിക്ക് കിടക്കാൻ ഒരിടം തരുമോ? ഇതെന്താ ഹോട്ടലോ? പോയി പോലീസിൽ പിടികൊടുക്കൂ. അപ്പോൾ ഇവിടെ കിടക്കാം. അയാൾ പിന്നെയും നടന്നു. വഴിയരികിൽ ഒരു വീട്ടിൽ നിന്ന് പുറത്തേക്ക് വെളിച്ചം കണ്ടു. അയാൾ ജനാലയിൽ കൂടി അകത്തേക്ക് നോക്കി. മധ്യവയസ്കനായ ഒരാൾ തൻ്റെ കുട്ടിയെ മടിയിലിരുത്തി ലാളിക്കുന്നു. അടുത്തിരുന്ന് അമ്മ ചിരിക്കുന്നു. തെല്ലുനേരം അയാൾ മനോരാജ്യത്തിലാണ്. അവിടെ അഭയം കിട്ടുമെന്ന് വിചാരിച്ച് അയാൾ വാതിലിൽ മുട്ടി.
വാതിൽ തുറന്നു. ക്ഷമിക്കണം, വിശപ്പ് മാറ്റാൻ എന്തെങ്കിലും തരണം. കിടക്കാൻ സ്ഥലം വേണം, പണം തരാം, വാൽജാങ് പറഞ്ഞു. കൊള്ളാം, പണമുണ്ടെങ്കിൽ പിന്നെ സാധ്യമല്ലെന്ന് പറയാനൊക്കുമോ? ലിബാർ ഹോട്ടലിൽ നോക്കിയില്ലേ? പോയി, സ്ഥലമില്ലെന്ന് പറഞ്ഞു. ഏയ്, അങ്ങനെ വരില്ല. ഇന്ന് ദിവസമല്ലല്ലോ. വേറെ ഹോട്ടലിലൊന്നും പോയില്ലേ? എങ്ങും സമ്മതിച്ചില്ല. വീട്ടുടമസ്ഥന് സംശയം തോന്നി. അതിഥിയെ സൂക്ഷിച്ചു നോക്കി. ഓ, നിങ്ങളാണോ എന്ന് ചോദിച്ചുകൊണ്ട് മൂലയിൽ സൂക്ഷിച്ചിരുന്ന തോക്കെടുത്തു. വീട്ടുകാരി ഭയന്നു. കുട്ടിയെ എടുത്തു. ഭർത്താവിൻ്റെ പിന്നിൽ പതുങ്ങി. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ യാത്രക്കാരൻ യാചിച്ചു. കള്ളത്തെമ്മാടി, വെടിയുണ്ടയാണ് നിനക്ക്, ഓടടാ. ഇരുട്ടി വ്യാപിച്ചു. ആൽസ് പർവ്വതത്തിൽ നിന്ന് തണുത്ത കാറ്റടിക്കാൻ തുടങ്ങി. അയാൾ ഒരു തോട്ടത്തിൻ്റെ മുമ്പിലെത്തി. അതിൻ്റെ നടുക്ക് ഒരു ചെറ്റക്കുടിൽ. പണിപ്പെട്ട് വേലി ചാടി അകത്തു കടന്നു. ഇഴഞ്ഞ് ചെറ്റപ്പുരയിൽ കയറി കിടന്നു. വൈക്കോൽ വിരിച്ച തറ. യാത്രാക്ലേശവും വിശപ്പും അയാളെ പരീക്ഷനാക്കിയിരുന്നു. കിടന്ന കിടപ്പിൽ തന്നെ തോളിലെ മാറാപ്പ് അഴിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോൾ പുറത്തുനിന്ന് ഒരു മുറുമുറുപ്പ്. അയാൾ ഞെട്ടി തലപൊക്കി നോക്കി. കുടിലിന് പുറത്ത് ഒരു കൂറ്റൻ പട്ടി. അത് ഒരു പട്ടിക്കൂടായിരുന്നു. വടിയും മാറാപ്പും കയ്യിലെടുത്ത് ചാടി ഓടുമ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഒരു പട്ടി പോലുമല്ല. അയാൾ വീണ്ടും നടന്നു. രാത്രി കഴിച്ചു കൂട്ടാൻ വല്ല മരപ്പൊത്തോ മറ്റോ കിട്ടിയാലായി. ചക്രവാളം കറുത്തിരുണ്ടു. ഏകദേശം 8 മണിയായി. പരിചയമില്ലാത്ത തെരുവ്, മങ്ങിയ നിലാവ്. അയാൾ കണ്ട വഴിയെ നടന്നു. ഒരു പള്ളിയുടെ മുമ്പിലെത്തി. കൈ ചുരുട്ടി കാണിക്കുവാനാണ് അയാൾക്ക് തോന്നിയത്. ആ പള്ളിക്കടുത്ത് ഒരു അച്ചടിശാലയുണ്ട്. അതിൻ്റെ മുമ്പിലുള്ള കല്ലുബെഞ്ചിൽ അയാൾ കുഴഞ്ഞു വീണു. ആ സമയത്ത് പള്ളിയിൽ നിന്നൊരു വൃദ്ധ പുറത്തു വന്നു. അവർ അയാളുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, ആരാണ്, എന്തു പറ്റി? അമ്മേ, ഞാൻ ഇവിടെ കിടന്നുറങ്ങുകയാണ്. ഈ ബെഞ്ചിലോ? 12 കൊല്ലമായി മരം കൊണ്ടുള്ള വിരിപ്പിലായിരുന്നു, ഇപ്പോൾ കല്ലുകൊണ്ടുള്ളതായി. ഹോട്ടലിൽ പോയില്ലേ? ഇല്ല, കയ്യിൽ പണമില്ല. ആ സ്ത്രീയുടെ ഹൃദയം അലിഞ്ഞു. കയ്യിലുണ്ടായിരുന്ന 4 സൂ അയാൾക്ക് കൊടുത്തു. പറഞ്ഞു, ഭക്ഷണത്തിന് ഇത് തികയില്ല. ഈ തണുപ്പത്ത് എങ്ങനെ ഇവിടെ കഴിച്ചു കൂട്ടും? എങ്ങും ചോദിച്ചില്ലേ? ഉവ്വ്, അവരൊക്കെ എന്നെ ആട്ടി ഓടിച്ചു. അവർ അയാളുടെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. മെത്രാൻ്റെ അരമനയ്ക്കടുത്തുള്ള ചെറിയ വീട് ചൂണ്ടിക്കാണിച്ചു. ആ വീട്ടിൽ ചോദിച്ചു. ഇല്ല, എന്നാൽ അവിടെ പോയി വിളിക്കൂ. അയാൾ എഴുന്നേറ്റ് അങ്ങോട്ട് നടന്നു. ഴാങ് ബ്രിയിലെ ഒരു സാധു കർഷക കുടുംബത്തിലാണ് ജനിച്ചത്. 1770. അച്ഛൻ വാൽഴാങ്, അമ്മ ഴാങ് മാത്യു. കുട്ടിയായിരുന്നപ്പോൾ തന്നെ അച്ഛനും അമ്മയും മരിച്ചു. അയാൾക്ക് മൂത്ത ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവരാണ് വാൽഴാങ്ങിനെ വളർത്തിയത്. ദാരിദ്ര്യം മൂലം കുട്ടിക്കാലത്ത് വിദ്യാഭ്യാസം ലഭിച്ചില്ല. കുറച്ച് പ്രായമായപ്പോൾ അയാൾ അച്ഛനെ പോലെ ഫെവറോളയിൽ ഒരു മരം വെട്ടുകാരനായി. ഭർത്താവ് മരിക്കുമ്പോൾ ചേച്ചിക്ക് 7 കുട്ടികളുണ്ടായിരുന്നു. അവരെ എല്ലാവരെയും സംരക്ഷിക്കേണ്ടത് വാൽഴാങ്ങിൻ്റെ ചുമതലയായി തീർന്നു. സഹോദരിയും കൂലിവേല ചെയ്യാൻ പോകും. 7 കുട്ടികളെ വെച്ചുകൊണ്ട് അവർക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റാറില്ല. അവരുടെ കഷ്ടപ്പാടുകൾ കൂടിക്കൂടി വന്നു. വർഷകാലമായി 2 പേർക്കും ജോലിയില്ല. കുടുംബം മുഴുവൻ പട്ടിണിയിൽ. 1795 ഒരു ഞായറാഴ്ച രാത്രി വിശന്നു വലഞ്ഞ കുട്ടികളുടെ ദൈന്യത കണ്ടിരിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. ഫെവറോള പള്ളിയുടെ സമീപത്തുള്ള ഒരു റൊട്ടിക്കടയിൽ അയാൾ ഓടിക്കയറി. ചിലലമാരയിൽ ആഞ്ഞ് ഒരടി കൊടുത്തു. ആ പഴുതിലൂടെ കൈ കടത്തി ഒരു റൊട്ടി വലിച്ചെടുത്തുകൊണ്ട് അയാൾ ഓടി. അത് കണ്ടെത്തിയ കട ഉടമസ്ഥൻ പിന്നാലെ ഓടി. അടുത്തെത്തിയപ്പോൾ വാൽഴാങ് റൊട്ടി ദൂരെ എറിഞ്ഞു. ചില്ലുകൊണ്ട് മുറിഞ്ഞ് കയ്യിൽ നിന്ന് ചോര ഒഴുകുന്നുണ്ടായിരുന്നു. വാൽഴാങ്ങിനെ പോലീസ് പിടികൂടി. ഭവനവേതനം, മോഷണം, അനുവാദമില്ലാത്ത ആൾപ്പാർപ്പിടലില്ലാത്ത വീട്ടിൽ കടക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി അയാളെ നീതിന്യായ കോടതിയിൽ ഹാജരാക്കി. കുറ്റം തെളിഞ്ഞു. 5 കൊല്ലക്കാലം തണ്ടുവലി ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. തടവുകാരനായ അയാളുടെ കഴുത്തിൽ അധികൃതർ ഇരുമ്പ് പട്ട തട്ടി ഉറപ്പിച്ച് ചങ്ങലയിൽ കൊളുത്തി ഫെവറോളയിൽ നിന്ന് തുലോങ്ങിലേക്ക് കൊണ്ടുപോയി. 27 ദിവസം ഇരുമ്പു ചങ്ങലകളും പേറിക്കൊണ്ട് കട്ടവണ്ടിയിൽ യാത്ര ചെയ്താണ് തുലോങ്ങിലെത്തിയത്. അവിടെ അയാളെ ചുവന്ന ഉടുപ്പ് ധരിപ്പിച്ചു. ഴാങ് എന്ന പേരു മാറ്റി. പകരം 24,601 എന്ന നമ്പർ ലഭിച്ചു. സഹോദരിയെയും കുട്ടികളെയും കുറിച്ച് പിന്നീടൊന്നും അറിയാൻ അയാൾക്ക് കഴിഞ്ഞില്ല. 4 വർഷം കഠിനമായ ശിക്ഷ അനുഭവിച്ചു. ഒരു ദിവസം രാത്രി ഒളിച്ചു ചാടാനുള്ള അവസരം കിട്ടി. കൂട്ടുതടവുകാരുടെ സഹായത്തോടെ സമർത്ഥമായി അയാൾ അത് ഉപയോഗിച്ചു.
2 ദിവസം കാട്ടിൽ അലഞ്ഞു നടന്നു. രണ്ടാമത്തെ ദിവസം വൈകുന്നേരം പിടിക്കപ്പെട്ടു. ജയിൽ ചാടിയ കുറ്റത്തിന് 3 കൊല്ലത്തേക്ക് കൂടി ശിക്ഷാകാലം നീണ്ടു. 6-മത്തെ കൊല്ലം വീണ്ടും അയാൾക്ക് ഒളിച്ചു ചാടാനുള്ള സന്ദർഭം കിട്ടി. ആ തഞ്ചവും അയാൾ ഉപേക്ഷിച്ചില്ല. പക്ഷേ പുറത്തു കടക്കാൻ കഴിയുന്നതിന് മുമ്പ് പാറാവുകാർ അയാളെ പിടികൂടി. തത്സമയത്ത് അയാൾ പാറാവുകാരെ എതിരിടാൻ ശ്രമിച്ചു. ഒളിച്ചു ചാടലും രാജ്യദ്രോഹവും കുറ്റവും ചുമത്തി ശിക്ഷ 5 കൊല്ലത്തേക്ക് ദീർഘിപ്പിച്ചു. അതോടെ ശിക്ഷാകാലം 13 കൊല്ലമായി. 13-മത്തെ കൊല്ലത്തിൽ ഒരിക്കൽ കൂടി ഒളിച്ചു ചാടി. 4 മണിക്കൂറിനുള്ളിൽ പോലീസ് പിടിച്ചു. അതിൻ്റെ പേരിൽ വീണ്ടും 3 കൊല്ലത്തെ ശിക്ഷ. ആകെ 19 വർഷം. 1815 ഒക്ടോബറിൽ അയാളെ മോചിപ്പിച്ചു. ഒരു റൊട്ടിക്കഷ്ണം മോഷ്ടിച്ചതിന് 19 വർഷത്തെ തണ്ടുവലി ശിക്ഷ. മനുഷ്യജീവിതം തകർക്കുന്ന ശിക്ഷാ നിയമം. ഭയത്തോടുകൂടി ജയിലിലേക്ക് പോയ മനുഷ്യൻ മരവിച്ച മനസ്സോടെ പുറത്തിറങ്ങി. നീതിന്യായത്തിൻ്റെ പേരിൽ സമൂഹം അയാളെ കഠിനമായി ദ്രോഹിച്ചു. വാൽജാങ് തെറ്റു ചെയ്തു. ചോദിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ റൊട്ടിക്കടക്കാരൻ ഒരപ്പം കൊടുക്കുമായിരുന്നു. അതുണ്ടായില്ല. താൽക്കാലിക വികാരം വിവേകത്തെ പിന്തള്ളി. തൊണ്ടി സഹിതം പിടിക്കപ്പെട്ടതുകൊണ്ട് തന്നെ ചെയ്ത തെറ്റുള്ള ശിക്ഷയായി. അയാളുടെ പശ്ചാത്താപം പാപത്തെ കഴുകിക്കളഞ്ഞിരിക്കുന്നു. പക്ഷേ തണ്ടുവലി ശിക്ഷ അയാളിലെ മനുഷ്യത്വത്തെ നശിപ്പിച്ചു. സദ്വികാരങ്ങളുടെ സ്ഥാനത്ത് മൃഗീയ വാസനകൾ വളർന്നു. തരം കിട്ടുമ്പോഴെല്ലാം ജയിലിൽ നിന്ന് ഒളിച്ചോടുവാൻ അയാളെ പ്രേരിപ്പിച്ചത് അതാണ്. 19 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം മഞ്ഞ നിറമുള്ള യാത്രാനുമതി പത്രത്തോടു കൂടിയാണ് അയാളെ പുറത്തുവിട്ടത്. സംശയം തോന്നി ചോദിക്കുന്ന പോലീസുകാർക്ക് ആ കാർഡ് കാണിക്കാതെ നിവൃത്തിയില്ല. അയാൾ ഡിന്യെ പട്ടണത്തിലെത്തിയപ്പോൾ ടൗൺ ഹാളിൽ വെച്ച് കാർഡ് പുറത്തെടുക്കേണ്ടി വന്നു. അതിൻ്റെ ഫലമോ വിശപ്പ് മാറ്റാൻ ഭക്ഷണവും തലചായ്ക്കാൻ ഇടവും കിട്ടിയില്ല. ഡിനിയിലെ മെത്രാൻ അന്ന് സായാഹ്ന സവാരി കഴിഞ്ഞു വന്ന് 8 മണിവരെ സ്വന്തം മുറിയിൽ ഇരുന്ന് എഴുതുകയായിരുന്നു. പരിചാരികയായ മഗ്ലോർ ചുവരലമാരയിൽ നിന്ന് തട്ടങ്ങൾ എടുക്കാൻ വന്നപ്പോഴാണ് അത്താഴത്തിൻ്റെ സമയം വൈകിയെന്നും സഹോദരി ബാപ്റ്റിസ്റ്റീൻ കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം ഓർത്തത്. എഴുത്ത് നിർത്തി അദ്ദേഹം ഊണുമുറിയിലെത്തി. ഭീകരനായ ഒരു കൊലപാതകി പട്ടണത്തിൽ അലഞ്ഞു നടക്കുന്നുണ്ടെന്നും രാത്രി എന്തെങ്കിലും ലഹള ഉണ്ടാകുമെന്നും അങ്ങാടിയിൽ കേട്ടതായി ഭക്ഷണ സമയത്ത് പരിചാരിക പറഞ്ഞു. വീട് ഭദ്രമായി പൂട്ടിയിടുന്നതിൻ്റെ ആവശ്യകതയും സൂചിപ്പിച്ചു. ആ സമയം കതകിൽ ശക്തിയായ ഒരു മുട്ട് കേട്ടു. "അകത്ത് വരൂ," മെത്രാൻ പറഞ്ഞു. വാതിൽ തള്ളി തുറന്ന് ഒരാൾ അകത്ത് കടന്നു. അപരിചിതൻ്റെ ഭീതിജനകമായ ഭാവവും വേഷവും കണ്ട് പരിചാരിക വിറച്ചുപോയി. സഹോദരി ഞെട്ടി എഴുന്നേറ്റ് മെത്രാൻ്റെ നേരെ ദയനീയമായി നോക്കി. മെത്രാൻ അയാളെ ക്ഷോഭരഹിതനായി നോക്കിക്കണ്ടു. അദ്ദേഹം എന്തോ ചോദിക്കാൻ ഊന്നിയപ്പോഴേക്കും അയാൾ വിളിച്ചു പറഞ്ഞു, "ഞാൻ ജാങ് വൽജാങ്. തണ്ടുവലി ശിക്ഷ കഴിഞ്ഞ് പുറത്തു വന്ന പുള്ളിയാണ്. പൊന്താർലിയിലേക്ക് പോകണം. തുലോങ് വിട്ട ശേഷം 4 ദിവസമായി നടക്കുന്നു. ഇന്നു തന്നെ 12 മൈൽ വഴി നടന്നിട്ടുണ്ട്. ഈ പ്രദേശത്തെ ഹോട്ടലിലൊക്കെ കയറിയിറങ്ങി. എൻ്റെ കാർഡ് കണ്ട് അവരെല്ലാം ആട്ടി ഓടിച്ചു. പലയിടത്തും മുട്ടി വിളിച്ചു. കുടിക്കാൻ വെള്ളം പോലും ആരും തന്നില്ല. പള്ളിയുടെ മുമ്പിൽ വെച്ച് ഒരു സ്ത്രീ ആണ് ഈ വീട് കാണിച്ചു തന്നത്. 19 കൊല്ലം തടവിൽ കിടന്ന് പണിയെടുത്തുണ്ടാക്കിയ 150 ഫ്രാങ്കും 15 സൂവും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പണം തരാം. എനിക്ക് വല്ലാതെ വിശക്കുന്നു. ഇന്നിവിടെ തങ്ങാൻ അനുവദിക്കുമോ?" മെത്രാൻ വേലക്കാരിയെ വിളിച്ച് ഒരു ഇരിപ്പിടം കൊടുക്കാൻ പറഞ്ഞു. അത് കേട്ട് വാൽജാങ് അല്പം കൂടി മുന്നോട്ട് വന്നു. "അല്ല, നിങ്ങൾക്കെന്നെ മനസ്സിലായില്ലേ? ജയിലിൽ നിന്ന് വരുന്നവനാണ് ഞാൻ. ഇതാ എൻ്റെ മഞ്ഞക്കാർഡ് നോക്കൂ. ജയിലിൽ വെച്ച് ഞാൻ എഴുതാനും വായിക്കാനും പഠിച്ചു. ഇതിൽ എഴുതിയിട്ടുള്ളത് എന്താണെന്നോ? ജാങ് വൽജാങ്, പുറത്തുവിട്ട തടവുകാരൻ. 19 കൊല്ലം തണ്ടുവലി ശിക്ഷയായിരുന്നു. ജയിൽ ചാടി കവർച്ച നടത്തി. ഇവനെ സൂക്ഷിക്കണം. എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു. നിങ്ങൾക്കെങ്കിലും എന്നോട് ദയ തോന്നുമോ? തിന്നാൻ എന്തെങ്കിലും തരുമോ? എനിക്ക് വിശ്രമിക്കണം. ഇവിടെ കുതിരപ്പന്തിയുണ്ടോ?" "സർ, ഇരിക്കൂ. തീ കായൂ. ഭക്ഷണം ഇപ്പോൾ തയ്യാറാകും. അത് കഴിഞ്ഞ് കിടക്കാൻ ഒരുക്കാം." ഇത് കേട്ട് അമ്പരന്ന് വാൽജാങ് ചോദിച്ചു, "നേരോ? നിങ്ങൾ ഈ തടവുപുള്ളിയെ വീട്ടിൽ താമസിപ്പിക്കുമെന്നോ? കടന്നുപോ പട്ടി എന്ന് പറഞ്ഞ് ആളുകൾ ആട്ടിയിറക്കിയ എന്നെ നിങ്ങൾ സർ എന്ന് വിളിക്കുന്നു. ഭക്ഷണം തരുന്നു. കിടക്കാൻ കട്ടിലും കിടക്കയും തയ്യാറാക്കുന്നു. 19 കൊല്ലമായി ഞാൻ കട്ടിലിൽ കിടന്നുറങ്ങിയിട്ട്. നിങ്ങൾ നല്ലവനാണ്. എൻ്റെ കയ്യിൽ പണമുണ്ട്. ഞാൻ വാടക തരും. നിങ്ങളുടെ പേരെന്താണ്? ഹോട്ടൽക്കാരനാണോ?" "സർ, ഞാനൊരു പുരോഹിതനാണ്." "ഹാ, നിങ്ങൾ അന്തസ്സുള്ള പുരോഹിതൻ. ശരി. പണം വാങ്ങുകയില്ലായിരിക്കും അല്ലേ? ഞാൻ വിഡ്ഢി തന്നെ. നിങ്ങളുടെ തൊപ്പി കണ്ടില്ല." വടിയും മാറാപ്പും ഒരിടത്ത് വെച്ച് വാൽജാങ് ഇരുന്നു. മെത്രാൻ എഴുന്നേറ്റു. തുറന്നു കിടന്നിരുന്ന വാതിൽ അടച്ചുകൊണ്ട് പറഞ്ഞു, "ആൽപ്സ് പർവ്വതത്തിൽ നിന്നുള്ള കാറ്റ് അസഹനീയം. നിങ്ങൾക്ക് തണുക്കുന്നുണ്ടോ സർ?" സ്നേഹവും ഗൗരവവും കലർന്ന സർ വിളി വീണ്ടും കേട്ടപ്പോൾ വാൽജാങ്ങിൻ്റെ മുഖം തെളിഞ്ഞു. മരുഭൂമിയിൽ ദാഹജലം ലഭിച്ചതുപോലെ. ലോകത്തിൽ വെച്ച്
ഏറ്റവും ഭാഗ്യഹീനനും നിന്ദ്യനുമാണ് ഞാൻ എന്നറിഞ്ഞിട്ടും എന്നെ സൽക്കരിക്കുന്നു. അങ്ങ് ഔദാര്യനിധിയാണ്. മെത്രാൻ അയാളുടെ കയ്യിൽ തലോടി. നിങ്ങൾ ആരാണെന്ന് എനിക്കറിയണ്ട. ഇതെൻ്റെ വീടല്ല, യേശുക്രിസ്തുവിൻ്റെതാണ്. ഇവിടെ വരുന്നവരോട് പേരെന്തെന്നും നാടേതെന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ദുഃഖമുണ്ടോ? അതുമാത്രം ചോദിക്കും. നിങ്ങൾ ദുഃഖിതനാണ്, വിശപ്പും ദാഹവുമുണ്ട്. ഇതാ നിങ്ങൾക്ക് സ്വാഗതം. എന്നോട് നന്ദി പറയേണ്ട കാര്യമില്ല. ഇവിടെ ഞാൻ നിങ്ങളെ സ്വീകരിക്കുകയല്ല. ഇവിടെ അഭയം തേടി വരുന്നത് ആരോ അയാളുടേതാണ് ഈ വീട്. എനിക്കുള്ളതിനേക്കാൾ അവകാശം വഴിയാത്രക്കാരനായ നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ പേര് ഞാൻ എന്തിനറിയണം? അതുമല്ല, പറയാതെ തന്നെ നിങ്ങളുടെ പേര് എനിക്കറിയാം. ഇത്രയും പറഞ്ഞുകൊണ്ട് സൗരവാനശാലയുടെ 160-ാം പുസ്തക ചർച്ച, പുസ്തകാവതരണം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു.